നമസ്കാരം. ഇന്നിപ്പോൾ കുറച്ച് പാട്ട് വിശേഷങ്ങളാണ് സിനിമാ തട്ടകത്തിലുള്ളത്. അതിനായി നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് എം രാധാകൃഷ്ണനാണ്, പ്രശസ്ത ഗായകനാണ്. സർ നമസ്കാരം, സിനിമാ തട്ടകത്തിലേക്ക് സ്വാഗതം. അതായത് താങ്കളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് തന്നെ തുടങ്ങാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാറിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റീസെൻ്റായിട്ടൊരു ഫിലിമിൽ പാടിയായിരുന്നു. ജമാലിൻ്റെ പുഞ്ചിരി എന്ന ഫിലിമാണ്. അത് മിസ്റ്റർ സുരേഷ് എടുത്ത ഫിലിമാണ്. സുരേഷ് കുറേ ഫിലിം എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഡിസ്കഷൻ നടക്കുന്ന കൂട്ട് ഞാൻ പെട്ടെന്ന് ചെന്ന് കയറുമ്പോൾ ഒരു പാട്ടിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടും വരുന്നത്, രാഷ്ട്രീയമായിട്ട് ഒരു പാട്ടുണ്ടെന്ന് പറയും. ഞാൻ ആദ്യം കാര്യമാക്കിയില്ല. രാഷ്ട്രീയ പാട്ടുണ്ട്. വർക്ക് ചെയ്യുന്നൊരു ജൂനിയർ എൻ്റെ വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്. റഹ്മാൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് പുള്ളി. അങ്ങനെ ഞാൻ ആ പാട്ട് പാടി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ തിയേറ്ററിലൊക്കെ ഇപ്പോൾ കുറച്ച് 1.5 മാസത്തോളം ഫിലിം ഓടിയായിരുന്നു. അങ്ങനെ പിന്നെ അതിനു മുമ്പ് തുടക്കം എൻ്റെ സ്കൂൾ ലൈഫിലാണ്. സ്കൂളിൽ ഞാൻ 8th സ്റ്റാൻഡേർഡ്. ഞാൻ വളരെ ഷൈ ആയിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് അടുത്ത് വീട് താമസിക്കുന്ന അടുത്ത് ഈ ഹോട്ടലൊക്കെ ഉണ്ടാകും. പഴയ പാട്ടുകളിങ്ങനെ ഈ ബോക്സിലാണ്, ഈ ഹോണാണുള്ളത്. അതിൽ കൂടെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കും, ബുക്ക് മടക്കി വെച്ചിട്ട് പാട്ട് കേൾക്കും. അതുപോലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മവർ, പാട്ട് ബുക്ക് മുടക്കിച്ച് പാട്ട് മുഴുവൻ കേൾക്കും. അങ്ങനെയാണ് ഞാൻ പാട്ട് ഇങ്ങനെ കേട്ട് മനസ്സിലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു പ്രൊഡ്യൂസറുണ്ടായിരുന്നു പണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ കൂടെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞ അത് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പക്ഷേ എൻ്റെ 5ാമത്തെ വയസ്സ് അച്ഛൻ എന്നെ വിട്ടുപോയി. പിന്നെ അമ്മ എന്നെ നോക്കിയത്. അപ്പം പാട്ടിൽ ഇത്ര ഇതുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ ആരോടും ഇങ്ങനെ പറയാറില്ല. സ്കൂളിൽ ഈ 8th സ്റ്റാൻഡേർഡിൽ ഈ എല്ലാ ആഴ്ചയിലും ലാസ്റ്റ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഓരോരുത്തർക്ക് വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഓരോരുത്തർ പാടുന്നു, പിന്നെ മിമിക്രി കാണിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിലൊന്നും ചേർന്നില്ല. ഞാൻ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ എൻ്റെ ഒരു അടുത്തിരുന്ന ഇപ്പോഴും ഓർമ്മയുണ്ട്, മുകുന്ദൻ എന്നാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പാടുമ്പോഴും ഞാൻ പറയും അത് ശരിയായില്ല. അപ്പോൾ എന്നാൽ പിന്നെ നിനക്കങ്ങ് പാടിക്കൂടെ, എനിക്ക് പേടിയാണ്, ഷൈ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ കണ്ടു, സരസ്വതി ടീച്ചർ, അത് ഓർമ്മയുണ്ട് ഇപ്പോഴും. എന്താ അവിടെ പ്രശ്നം? അല്ല, ടീച്ചർ രാധാകൃഷ്ണൻ നന്നായിട്ട് പാടും. പാടുമോ? എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരും. ഞാൻ ടീച്ചർ എനിക്ക് വെറുതെ പറയുന്നതാണ്. അപ്പോൾ അന്നൊക്കെ ഈ ടീച്ചേഴ്സിൻ്റെ ബഹുമാനം പേടിയുണ്ട്. മേശപ്പുറത്ത് ചൂരൽ കാണും, ഭയങ്കര പേടിയാകും. ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞ് പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ പാട്ട് ഒരു പ്രൈം മിനിസ്റ്റർ സാറ് അഭിനയിച്ചൊരു ഫിലിമാണ്, വെളുത്ത കത്രീന എന്നുള്ള ഫിലിമാണെന്ന് തോന്നുന്നു. അതിൽ തന്നെ അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ, പിന്നെ ആ ഒരു പാട്ടാണ് പൂജാ പുഷ്പമേ പൂജാ പുഷ്പമേ പുഴിൽ വീണ പൂജാ പുഷ്പമേ പുതിയ കോവിലിൽ പൂജാരി നിനക്കായി പൂത്താലികയൊരുക്കി പൂജാ പുഷ്പമേ. ഇത് പാടി. അപ്പം അടുത്തടുത്താണ് ഈ ഓരോ ക്ലാസ്സുകളും വെച്ചിരിക്കുന്നത്. അപ്പം വലിയ ശബ്ദത്തിൽ കേട്ടപ്പോൾ അപ്പുറത്തെ എല്ലാവരും ഓടി വന്നിങ്ങനെ ആര് പാടുന്നു. അങ്ങനെയാണ് ഞാൻ സംഗീതം ആരംഭിക്കുന്നത്. അവിടെയാണ് ആദ്യമായിട്ട് മൂളിപ്പാട്ട് ഞാൻ പാടും. ഞാൻ കുളിക്കാനൊക്കെ പോകുന്നു. പക്ഷേ ഞാൻ ഇത്ര പാടുമെന്നുള്ളത് എൻ്റെ സിസ്റ്റേഴ്സുണ്ട്, അവർക്കൊന്നും അറിയത്തില്ല. പേടി. അന്നും ഒരു എന്തുവാ ഷൈ ആണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ. പിന്നെ സ്കൂളിൽ അപ്പം ടീച്ചേഴ്സെല്ലാം ഓടി വന്നിട്ട് രാധാകൃഷ്ണൻ, അപ്പോൾ ഓരോ ഹൗസായിട്ട് തിരിക്കും. എ ഹൗസ്, ബി ഹൗസ്, സി ഹൗസ്. രാധാകൃഷ്ണൻ ഞങ്ങൾ എ ഹൗസിൽ എടുത്തിരിക്കുന്നു. ഒരു ഐസക് സാറുണ്ട്. അപ്പോൾ അതിൻ്റെ സംഗീതം മുഴുവൻ രാധാകൃഷ്ണനാണ്, പാട്ട് മുഴുവനും. അങ്ങനെയാണ്. പിന്നെ ഞാൻ പാടി വന്ന് എൻ്റെ നേരെ മൂത്ത സിസ്റ്റർ പാടും. പിന്നെ അങ്ങനെ സ്കൂളിൽ
8, 9, 10 ബെസ്റ്റ് സിംഗർ, യുവജനോത്സവത്തിലെ ബെസ്റ്റ് സിംഗർ, അങ്ങനെയൊക്കെ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിന് മുൻപ് ഈ പറഞ്ഞു ഈ സ്കൂളിലാണ് അന്ന് ആദ്യമായിട്ട് പാടിയത്. അതിന് മുൻപാണെങ്കിൽ പോലും ഈ സ്വന്തമായിട്ട് പാട്ട് അറിയാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? 100% ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് കാരണം നമ്മൾക്ക് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കും. അന്ന് റേഡിയോ എന്നുള്ളൊരു ഒറ്റ ഇതല്ലേ ഉള്ളൂ നമുക്ക് കേൾക്കാനായിട്ട്, വേറെ ഒന്നുമില്ലല്ലോ. അടുത്ത ഹോട്ടലിൽ നിന്ന് വരുന്ന പാട്ട് ബുക്കോട് കഴിച്ച് അതങ്ങ് ഹൃദയസ്ഥമാക്കും. അപ്പോൾ ഇപ്പോഴത്തെ ആ കുട്ടികളുടെ ആ രീതിയൊക്കെ ഞാൻ മാറിപ്പോൾ എന്ത് മിടുക്കരാണ് അവർ പെട്ടെന്ന് നമ്മളെ അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊന്നും അന്ന് ചാനലോ അല്ലെങ്കിൽ വേറെ ഒന്നും അങ്ങനെ ഒന്നുമില്ല. പിന്നെ എൻ്റെ അച്ഛനും പോയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോട് ഞാൻ കുറച്ചുകൂടെ അറിയപ്പെട്ടന്നെ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അതൊക്കെ എന്നാലും അതൊക്കെ ഞാൻ ഇപ്പോഴും ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇതുവരെ ഇപ്പോഴും അറിയപ്പെടുന്നില്ല. അതൊരു വലിയ അനുഗ്രഹവും ഭാഗ്യമാണ്, ദൈവാധീനമാണ്. അപ്പോൾ എപ്പോഴാണ് ഈ വീട്ടിലറിയുന്നത് മകൻ നന്നായിട്ട് പാടും? വീട്ടിലറിയുന്നതെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡിൽ ഞാൻ സെൻറ്റ് മേരി സ്കൂൾ പട്ടം സെൻറ്റ് മേരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ സ്കൂളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അന്നത്തെ വെങ്കടാലയ സാറാണ് ഹെഡ് മാസ്റ്റർ. അന്ന് ഹെഡ് മാസ്റ്ററും ഹെഡ് മിസ്ട്രസും അങ്ങനെ ഏതോ ഉള്ളൂ. രാധാകൃഷ്ണൻ തയ്യാറായിരുന്നു കുറച്ച് പാട്ട് പാടണം. നമ്മൾ എന്താ സാർ സംഭവം? ആർച്ച് ബിഷപ്പ് തിരുമേനി വരുന്നു. പിന്നെ മുഖ്യമന്ത്രി അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മലപ്പുറത്തുള്ള കുറച്ച് നാളത്തേക്ക് മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മരിച്ചു, പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹമാണ് വരുന്നത്. പിന്നെ അവിടെ VIPs ഒക്കെ വരുന്നുണ്ട്. അന്ന് ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ കൂടെ വരുന്നത് ചെറിയ ബിൽബ്, നമ്മളിപ്പോഴത്തെ ചെറിയ പുള്ളിയാണ് തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെല്ലാം. അന്ന് പുള്ളി വളരെ യങ്ങസ്റ്റായിട്ടിരിക്കുന്നതാണ്. അപ്പം ഇപ്പം അവർ നോട്ടീസ് അടിച്ചു പ്രാർത്ഥന ഗാനം. അപ്പം അത് ആദ്യത്തെ പ്രാർത്ഥന ഗാനം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഞാനാണ് പ്രെയർ പാടുന്നതെല്ലാം. അത് പാരിന്നു പരിപൂർണ ശാന്തിയെ കീടാൻ പാവന ചരിതയ മേരിതൻ നാമം പരിചോടിണങ്ങിയ വിദ്യാലയമേ പരിശോഭ പൂണ്ടെന്നും വിജയിക്കാമേൻ. അത് പാടിയ പിന്നെ കുട്ടികളെല്ലാം കയറുന്നത് അന്നത്തെ ആദ്യത്തെ ഒരു ഇതുണ്ടല്ലോ. അതെ. അപ്പോൾ പ്രാർത്ഥന ഗാനം ഞാൻ പാടി ഇരുന്നിട്ട് വീണ്ടും ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് അങ്ങനെ 3 എൻ്റെ വേറെ ആരുമില്ല, എൻ്റെ സിസ്റ്റർക്ക് പോലും പാടാൻ അവസരം കൊടുത്തില്ല. ഞാനിത് കണ്ട് ഞാൻ ഓടിച്ചു സാർ, 3 ഈ പാടാൻ നീ ഇവിടുത്തെ ബെസ്റ്റ് സിംഗറാണ്. ഞാൻ പറഞ്ഞു സാർ അത് പറ്റില്ല, 3 പാട്ട് പാടിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സ്പീച്ചിൻ്റെ ഇടയിലാണ് പാട്ട് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ പാട്ട് തിരുമേനി, ആദ്യത്തെ പാട്ട് പാടുന്നപ്പം എൻ്റെ മാർഗ്ലോസ് തിരുമേനിയുണ്ട്. അപ്പം ഞാൻ ഈ സദസ്സ് അപ്പോഴും ഞാൻ നോക്കും, എപ്പോഴും ഭക്തി അവിടെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ ഭക്തിമയമായിട്ടുള്ള ഒരു പാട്ടായിരിക്കണം വേണ്ടത്. അതൊന്നും ആരും എന്നോട് പറഞ്ഞു തന്നതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ പാട്ട് ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കൺമതിൽ ഗോപുരവാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. ഈ പാട്ട് പാടിയില്ലാതെ ഭയങ്കര കയ്യടി. അതെല്ലാം കഴിഞ്ഞ് തിരുമേനി മോനെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട്, എന്നിട്ട് ഇതിന് ഭയങ്കര എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഞാനത് ഭയങ്കരമായിട്ട് തിരുമേനി എന്നെ ഇങ്ങനെ എന്താ പറയുക, എന്നെ ഒരുപാട് നല്ല വാക്കുകൾ കൊണ്ട് എന്നെ അങ്ങ് പുകഴ്ത്തുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇതല്ല. രണ്ടാമത്തെ പാട്ട് നമ്മൾ തമ്പി സാറെന്നൊരു സാറിന് മലയാളം സാറാണ്, ഭടനാമിൽ ഭാഷ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നമ്മുടെ ആറ്റുകാൽ പോകുന്ന വഴിക്കാണ് താമസിക്കുന്നത്. മലയാളത്തിന് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാൻ തമ്പി സാർ നീ തന്നെ പാടണം, വേറെ ആരും വേറെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ പാട്ട് ഞാൻ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. അന്ന് ഈ പടമെല്ലാം ഹിറ്റായിരിക്കുന്ന സമയമാണ്. സംഭവാമി യുഗേ യുഗേ അങ്ങനത്തെ
പിന്നെ ഈശ്വരനൊക്കെ വിരുന്നിന് ഇത് ആ സിനിമ ഈശ്വരനൊക്കെ വിരുന്നിന് പോയി MS വിശ്വനാഥിൻ്റെ സംഗീതം ഒരുപാട് പാട്ടുകളൊക്കെ ഉള്ള ഒരു ഫിലിം. അപ്പോൾ ഇതെല്ലാം അവിടെ തിരുമേനി അവിടെ ചെറിയാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ. അപ്പോൾ ഈ പിന്നെ മോതിരം ഇത് ചെയ്യാൻ തരും അന്നത്തെ തിരുമേനിയുടെ അതൊക്കെ എനിക്ക് തന്നു. എനിക്ക് ആ ഒരു മോതിരം ചുംബിക്കുക എന്നൊരിതുണ്ട്, എന്താ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഇതുപോലെ. ചെറിയാൻ പിലിപ്പിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ അവിടെ വിളിക്കും. വലിയ കാര്യമായിരുന്നു. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത. പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് പിന്നെ കോളേജിലോട്ട് കയറിയാണ്, മഹാത്മാഗാന്ധി കോളേജ്. SLC കഴിഞ്ഞ് നേരെ MG കോളേജിലോട്ട് ചെന്നു. അപ്പം അന്ന് നിക്കറായിരുന്നു നമ്മുടെ വേഷം. പിന്നെ അവിടെ പാൻസ് ഇട്ടുകൊണ്ട് പോകുന്ന ആ ഒരു അവിടെ ചെല്ലുമ്പോഴും SFI KSU പിന്നെ ഇവരുടെ NSSൻ്റെ അവരുടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. പിള്ളേർ അവിടുത്തെ വലിയ എൻ്റെ സീനിയർ സ്റ്റുഡൻസ് നീ അതിൽ ചെയ്യണം. അപ്പോൾ എന്നെ അറിയും, നീ പാട്ടുകാരനല്ലേ. ഈ റാഗിങ്ങല്ല, അതേപോലെ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് DCക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇൻ്റർ കോളേജിയറ്റ് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ വരുന്നു. അപ്പം പ്രഗത്ഭരായ എല്ലാവരും ഉണ്ട്, ഇപ്പോഴും അറിയപ്പെടുന്ന ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെ വിളിച്ചു. അപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ശാന്തകുമാരി ടീച്ചറാണ്, പന്മന ഫാമിലിയിലുള്ള ശാന്തകുമാരി ടീച്ചറായിരുന്നു എൻ്റെ മലയാളം ടീച്ചർ. പറഞ്ഞു പാട്ടിട്ടുണ്ട്, പറഞ്ഞു ഒരു പാട്ട് പാടി, അതായത് ഇൻ്റർ കോളേജ് കോമ്പറ്റീഷന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പാടി എല്ലാവരും എടുക്കില്ല, അവിടെ രണ്ടുപേരെ അയക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യത്തെ പാട്ട് ഇത് ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കാരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഈ പാട്ട് പാടി അപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ സീനിയേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഉള്ള ഫീൽഡിലുള്ള ആളുണ്ട്. ഫസ്റ്റ് നെയിം എൻ്റെത്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ തന്നെ വരുന്നതുമല്ല. അങ്ങനെ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്? സിനിമയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ KP ഉദയഭാൻ ഇതിനിടയ്ക്ക് ഞാൻ ഡിഗ്രിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സംഗീതം എവിടെ ഗാനമേള അത് അന്ന് ബാച്ചലറല്ലേ, അപ്പോൾ എവിടെ പാട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് ഇംതിയാസുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എപ്പോഴും വിളിക്കും. അപ്പം ഞങ്ങൾ പിന്നെ CP അവർക്ക് വേണ്ടിയൊക്കെ രക്തപഞ്ഞുള്ള കാസറ്റൊക്കെ ചെയ്തു. അത് ഒരുപാട് കഥകളുണ്ട്. അപ്പം ഞാൻ KP ഉദയഭാൻ വെച്ചാൽ അപ്പോൾ ഓഡിഷൻ ARൽ ഓഡിഷൻ പാസ്സാവണം, എന്നാലേ ആൾ ഇന്ത്യ റേഡിയോയിൽ പാടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കോഴിക്കോട് ഒരു ഫംഗ്ഷന് വേണ്ടി അവിടെ പോയപ്പോൾ എൻ്റെ ഒരു മൂത്ത ഒരു ബ്രദറിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രം നമുക്ക് നീ റേഡിയോ സ്റ്റേഷനിൽ ഓഡീഷനും കൊടുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് അത് ട്രിവാൻഡ്രത്തല്ലേ? ഇല്ല, നമുക്കിവിടെ ആളുണ്ട്, നമ്മുടെ കോന്നിയൂർ നരേന്ദ്രനാഥ് സാർ, അദ്ദേഹം ഇവിടുത്തെ ഡയറക്ടറാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഇവിടെ കൊടുക്കാമല്ലോ, ഇന്ത്യയിൽ എവിടെയും കൊടുക്കാം, ഓൾ ഇന്ത്യ റേഡിയോ ഇല്ല, അത് എവിടെ പോയാലും. അങ്ങനെ ഞാൻ അവിടെ 3 പാട്ട് പാടി. അപ്പം അവിടെ ചെന്നിരുന്നപ്പം മ്യൂസിക് ഡയറക്ടർ ആരൊക്കെ, ഒന്ന് K. രാഘവ മാസ്റ്റർ, അങ്ങനെ 3 പേരുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പാടിയ 3 പാട്ട് പാടി. അല്ല, ഒരു പാട്ട് ഞാൻ ഒരു ലളിതഗാനമാണ്. മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. അങ്ങനെ 3 പാട്ട് പാടി. റിസൾട്ടാണ് അവരൊന്ന് എനിക്ക് ലെറ്റർ വന്നു, കോഴിക്കോട് നിന്ന് രാധാകൃഷ്ണൻ ഇവിടെ ഓഡിഷൻ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലെറ്റർ വന്നു. എന്നിട്ട് ആദ്യത്തെ ലളിതഗാനം പാടണമെന്ന് കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ തന്നെ ചെല്ലണം. ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ രാഘവ മാസ്റ്ററുടെ പാട്ടാണ് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഓഡിഷൻ പാസ്സായി കഴിഞ്ഞു. അപ്പോൾ MG ഇവിടെ വന്നു, പിന്നെ റേഡിയോ സ്റ്റേഷനിൽ ആ ലെറ്റർ കാർഡ് ഇങ്ങോട്ട് അയക്കും. അതിൽ ആദ്യത്തെ പാട്ട് ഞാൻ പറഞ്ഞത് KP ഉദയഭാൻ ചേട്ടൻ്റെ ലളിതഗാനമാണ്.
അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത. ഞാൻ റേഡിയോ സ്റ്റേഷനിൽ കയറണമെന്ന് തന്നെ ഒരു അന്നത്തെ കാലത്ത് അറിയാമല്ലോ, പഴയ എയറിൻ്റെ അന്തരീക്ഷമൊക്കെ. അവിടെ ചെല്ലുമ്പോൾ ഒരു ബ്ലാക്ക് കണ്ണടയും ധരിച്ച് ഒരു ചുവന്ന ഷർട്ടും ഇട്ടൊരു ഗ്രീൻ പാൻറ്റും ഇട്ട് ഒരാൾ ഇങ്ങനെ നിൽപ്പുണ്ട് കൈ പിടിച്ച്. അപ്പോൾ എനിക്ക് ഉദയഭാനി സാറാണ്. ഞാൻ അത് കണ്ടു, രൂപം കണ്ടു. ഞാനങ്ങനെ പുള്ളി പക്ഷേ ഇറങ്ങി വന്ന് രാധാകൃഷ്ണനാണ് ഇന്ന് എൻ്റെ പാട്ട് പാടുന്നത്. എനിക്ക് മറക്കാൻ അദ്ദേഹം അവസാന നിമിഷം വരെയും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര കാര്യമായിരുന്നു. കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ അടുത്ത 3-4 വർഷമായുള്ളൂ മരിച്ചിട്ട്. ലാസ്റ്റിൽ 3 ലളിതഗാനം. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ലീല മാത്യു ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ ലളിതഗാനമാണ്. ആ 3 ലളിതഗാനം രാധാകൃഷ്ണൻ കൊണ്ടിനെ പാടിപ്പിക്കുന്നു. ഇപ്പോഴും റേഡിയോ സ്റ്റേഷന് മിക്കവാറും ദിവസം കേൾക്കാം. നല്ല പാട്ടുകളാണ്. മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അനുശേഷനായിട്ടുള്ളത്. അതിൽ പിന്നെ ഞങ്ങളിങ്ങനെ ഡൽഹിയിൽ എയറിൽ ഇത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഞങ്ങളെ വിളിച്ചു കോറൽ ഗ്രൂപ്പ് അവതരിപ്പിക്കണം. ആ ഡൽഹി CPC സെൻട്രൽ പ്രൊഡക്ഷൻ സെൻറ്ററിലാണ്. ഇവിടുന്ന് ഇപ്പോഴത്തെ പ്രഗൽഭൻ ഇവിടെ ചിത്രയുണ്ട്. അത് ചിത്ര ജൂനിയറായിരുന്നു. പിന്നെ ചിത്ര ഞങ്ങളോട് പാടാറുണ്ട്. കുറേ പേരുണ്ട്, ഇപ്പോഴും പാടുന്ന കുറേ പേരുണ്ട്. 10 മെയിലും 10 ഫീമെയിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് പോയ പാട്ടല്ല, അവിടെ നിന്ന് ഇത് ചെയ്യുന്ന പാട്ടാണ് കോറൽ ഗ്രൂപ്പ് ഇടുന്നത്. അങ്ങനെ ഡൽഹിയിൽ അപ്പോൾ ഞങ്ങൾ പോകുന്നത് അന്ന് ട്രെയിനിലാണ് പോകുന്നത് വിത്ത് ഓർക്കസ്ട്ര. അപ്പോൾ ഈ പോകുന്ന സമയത്ത് പാട്ടൊക്കെ പാടുള്ളൂ. അപ്പോൾ ഞാനും പാടിയില്ലേ. അപ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവരും. ചിത്രം ഉൾപ്പെടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ദേവാനിച്ചേട്ടൻ രാഷൻ ഞാൻ അന്ന് സ്പോട്ട് സുരേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കർ ചെയ്യുന്നു. സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു, സുരേഷ് നമുക്ക് ദാസിൻ്റെ പാട്ട് പാടാനും അല്ലെങ്കിൽ സുശീലയുടെ പാട്ട് പാടാനൊക്കെ ദേവാനിച്ചേട്ടൻ പറയാം. നമുക്ക് ജയൻ്റെ പാട്ട് പാടാനായിട്ട് നമുക്ക് രാധാകൃഷ്ണൻ വിളിച്ച് ചേർക്കാം. ജയന്തൻ ചേട്ടൻ്റെ മറ്റവരൊക്കെ ലൈവായിട്ടുണ്ട്. PDയിലെ ചേച്ചിയുണ്ട്, ആൻഡോ ചേട്ടനുണ്ട്, നമ്മുടെ നാടകഗാനം കെ.എസ്. ജോർജ് സുലഭന ചേച്ചിയുണ്ട്, അമ്പിളി ചേച്ചിയും വരും. പഴയ അവരെല്ലാവരും വരും. അപ്പം ലാസ്റ്റേട്ടനും ജയൻ ചേട്ടനും മാത്രം എന്തെങ്കിലും ഫംഗ്ഷൻ വലിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഓൾഡ് ഈസ് ഗോൾഡിൽ ജോയിൻ ചെയ്യണത്. കമൂർ സാറ് ഉദയഭാനി ചേട്ടനെ സെക്കൻഡ് കമൂർ സാർ രണ്ടുപേരുമാണ്. കമൂർ പുരുഷോത്തമ സാറും. അങ്ങനെ ഓൾഡ് ഈസ് ഗോൾഡിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഓൾഡ് ഈസ് ഗോൾഡിനെ കുറിച്ച് കുറച്ച് അധികം പറയാനുണ്ടെന്ന് തോന്നുന്നു. ഒരുപാടുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം ഇന്ത്യക്കകത്തും പുറത്തും ഗൾഫിലൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതായത് നമ്മൾ ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ ഒരു ഇതല്ല. ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മെനിയാന്ന് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വയലാർ സ്മൃതി. നമ്മുടെ മാനവീയ വീതിയിലായിരുന്നു. വയലാറിൻ്റെ പാട്ടുകളാണ് ഞങ്ങൾ പാടിയത്. ഓഡിയൻസ് എന്ന് പറയാം, എന്നാ ഓഡിയൻസ്. അവസാനം വരെ അവരിന്ന് പാട്ട് കേട്ടിട്ടാണ് പോയത്. ഒരു ബഹളമില്ല. എന്നിട്ട് ഓരോ പാട്ട് പാടുമ്പോൾ വന്ന് ഇതൊക്കെ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പാടിക്കൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ട് ഞാൻ ഓൾഡ് ഈസ് ഗോൾഡിൽ പാടുന്നത് ജയൻ്റെ മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇതാണ് ജയൻ്റെ. ബാക്കി പാടാനായിട്ട് ഒന്നുകിൽ ഗോവൻ അല്ലെങ്കിൽ ശ്രീകാന്ത് ആരെങ്കിലും കാണും. ബാക്കി അവരൊക്കെ ലൈവായിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ഞാൻ ഓൾഡ് ഈസ് ഗോൾഡ് വന്നത്. പിന്നെ എല്ലാ ഫംഗ്ഷൻ പ്രോഗ്രാമും ഓൾഡ് ഈസ് ഗോൾഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ പാടും. അത് മറക്കാൻ പറ്റില്ല. അത് ഉദയഭാനിച്ചേട്ടൻ്റെ അവസാന നിമിഷം വരെ അങ്ങനെയായിരുന്നു. അത് ഈ പഴയതുപോലെ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ദുബായിൽ ഒരു 3-4 ഉദയഭാനിച്ചേട്ടനുള്ളപ്പോൾ തന്നെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാണ്ട് ദുബായിൽ ഇവിടുത്തെ CET എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ അവിടെ അസോസിയേഷൻ ഉണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പം ഞാനുണ്ട്, KP ഉദയഭാനിച്ചേട്ടനുണ്ട്, പിന്നെ സുരേഷുണ്ട് സ്പോട്ട്, പിന്നെ ഒരു ഫീമെയിൽ സിംഗർ, അത് അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഒരു അനൗൺസ് ചെയ്യണം ഇന്നത്തെ പാട്ടുകൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഏത് പാട്ട് പാടാൻ പറഞ്ഞാൽ ആർച്ചേട്ടൻ ബൈഹാർട്ടാക്കി പാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്കറിയാം ആർച്ചേട്ടൻ അത് ബൈഹാർട്ടാക്കി പാടുന്നു. അങ്ങനെ എല്ലാ പാട്ടും പാടി 2.5 മണിക്കൂറും അവർ പറഞ്ഞ ഓഡിയൻസ്. ഞങ്ങൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയ സോങ്സ് ഒന്നുമല്ല, അവർ പറയുന്ന പാട്ട് നമ്മൾ പാടി. കാരണം അവരാണല്ലോ നമ്മളെ അവിടെ അവതരിപ്പിക്കുക, അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങളെ. അപ്പം
പാടി ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു പാട്ട് ഇനിയൊരു പാട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് KP ഉദയഭാനു ചേട്ടൻ പിന്നെ നമ്മുടെ ശബരി ഗിരീശനെ പറ്റിയൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അയ്യപ്പനെ പറ്റിയൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, റെക്കോർഡ് എഴുതിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ആ പാടെ പെട്ടുപോയി. എനിക്കറിയാം പാട്ട്, പക്ഷേ പാട്ട് ഉദയഭാനു ചേട്ടൻ അടുത്തിരിക്കുകയാണ്, ചോദിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു തന്ന പാട്ട് ചേട്ടാ ഏതാണെന്ന് പറയാക്കില്ല. ഞാൻ പ്രാർത്ഥിച്ച അയ്യപ്പ പിന്നെ കിട്ടി ആ പാട്ട്. ജീവപ്രപഞ്ചത്തെ ആധാരമൂർത്തിയാം ശ്രീധർമ്മശാസ്താവേ, അതൊരു പാട്ട്. ശബരിഗിരീശ്വരനയ്യപ്പ പാഹി മാം ശരണം തവ ശരണം. ഈ രണ്ട് പാട്ടും അതോടെ എനിക്ക് അവരെന്തൊക്കെയാണ് തന്നെന്ന് അറിയില്ല. അത്രയ്ക്ക് അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതൊക്കെ. എനിക്ക് ഈ സമയത്ത് എൻ്റെ ട്വിൻ ഡോട്ടേഴ്സ്, ഞാൻ കല്യാണം കഴിഞ്ഞു, 2 മക്കളാണ്. അവരെനിക്ക് മക്കൾക്ക് വേണ്ടി ബ്രേസ്ലെറ്റ് എന്തൊക്കെ തന്നു പോയി, മറക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു വലിയ ഇത്രയും നാളായിട്ട് നമ്മൾ ഫീൽഡിൽ നിൽക്കുന്നതല്ല. 50 years ആൻഡ് എബോവ്, 55 വർഷമായിട്ട് നമ്മൾ ഫീൽഡിൽ നിൽക്കുന്ന. പിന്നെ ഇവിടെയുള്ള എല്ലാ സാംസ്കാരിക വേദിയിലും നമ്മളെ വിളിക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ഒന്നിനും അങ്ങോട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ പോകാറില്ല. ഒരാൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുള്ളൂ. പിന്നെ പിന്നെ ആദ്യത്തെ വോയിസ് ഓഫ് ദി വീക്കിലെ റണ്ണറപ്പായിട്ട് വന്നാണ് ഞാൻ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്താണ്. അന്ന് ശ്രീകുട്ടനും രാധേയത്തിലവായിരുന്നു ജഡ്ജായിട്ട്. അപ്പം നമ്മൾ പാടി അവസാനം ഫൈനലിസ്റ്റായിട്ട് വന്നു. അവസാന പിന്നെ കൺസോളിരുന്ന 2 പേര് ഫ്ലക്സ്, ഒന്ന് ശരത്ത്, എനിക്കറിയാവുന്ന, താഴെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു കാര്യം 2 പാട്ട് ഞങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യണം. ഡെന്നിസൺ എന്നുള്ള സൗണ്ട്സ് സ്റ്റുഡിയോയിൽ 2 പാട്ട് റെക്കോർഡ് ചെയ്യണം. നമ്മൾ എന്താണ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ 2 പാട്ട് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഞാൻ പാടിയ 2 പാട്ടും ഏഷ്യാനെറ്റ് എത്ര വർഷമായിട്ട്. അതൊരു പാട്ട് ഞാൻ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. അതൊരു പാട്ട്. പിന്നെ പറഞ്ഞു പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴ കൽപ്പടവിൽ, എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല, പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ. ഈ 2 പാട്ട് ഏഷ്യാനെറ്റ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. അന്ന് വേറെ ചാനലൊന്നും ആദ്യം വന്നിട്ടില്ല, ഈ ഏഷ്യാനെറ്റ് മാത്രം. ഞാനങ്ങനെ എല്ലാവരുടെ മുന്നിൽ നമ്മൾ അന്നത്തെ വിഷ്വൽ മീഡിയയിൽ വരുന്നതല്ലേ. അങ്ങനെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം CPIക്ക് വേണ്ടി ഒരു കാസറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് KP ജയേന്ദ്രൻ, പുള്ളി CPIയുടെ ഒരാൾ, ഞങ്ങൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു രാഷൻ, ഞാൻ പറഞ്ഞു ആരാണ് മ്യൂസിക് ചെയ്യുന്നത്? ദേവരാ മാസ്റ്റർ. ഞാൻ പറഞ്ഞു ജയേന്ദ്ര ഇത് ദേവരാ മാസ്റ്റർ ആണ് മ്യൂസിക് ചെയ്യുന്നത്. ഞാനും ഇന്ത്യാസുണ്ട്, വിഷൻ അഡ്വക്കേറ്റ്. ഞാൻ പറഞ്ഞു ദേവരാ മാസ്റ്റർ അടുത്ത് കളിക്കാൻ തന്നെ പേടിയാണ്. കാരണം അവിടെ വന്നപ്പോൾ അത് ഗോർഗി ഭവനിൽ വെച്ചിട്ടാണ് റെക്കോർഡിങ്. ഞങ്ങൾ ദേവരാ മാസ്റ്റർ തൊഴുതു. ദേവരാ മാസ്റ്റർ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ പാടിയാൽ മതി. അങ്ങനെ ഉക്കരം 6 പാട്ട്. ഞങ്ങളൊരു 3 ഫീമെയിലും 3 മെയിലും, രക്തപ്രതിജ്ഞ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നാൽ താമസിക്കുന്ന കരമനയാണ്. വല്ലപ്പോഴൊക്കെ അങ്ങോട്ട് വന്നാൽ എനിക്കറിയാവുന്നുള്ള, കാരണം നമ്മളോട് വളരെ സോഫ്റ്റായിട്ട് ലാസ്റ്റ് ഡേ പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഒന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ചെന്ന് ദേവരാ മാസ്റ്റർ അസിസ്റ്റൻറ്റ് ഞങ്ങളോട് പാടുന്ന ഒരാളാണ് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തു. ദേവരാ മാസ്റ്റർ വന്നതല്ലേ ഓരോ പാട്ടങ്ങ് പാടാം എന്ന് പറഞ്ഞ് ഞാനും പാടി.
ഞാനന്ന് പാടിയ പാട്ട് ദേവരാം മാഷയുടെ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം ഇത് പാടി. അത് അടുത്തുനിന്ന് പാടാൻ പേടിയാണ്. പിന്നെ ആ റെക്കോർഡിങ്ങൊക്കെ അതുകൊണ്ട് ദേവരാം മാഷായിട്ട് ഒന്ന് നമ്മൾ എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ തന്നെ കാണും, വന്നാൽ വല്ല സാധാരണ അങ്ങനെയൊന്നും പറയുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്നും അത് ഈ CPI എന്ന് പറയുമ്പോൾ ദേവരാം മാഷൊക്കെ അതും ഒരു പാർട്ടി ലെവലിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സ്നേഹം. പിന്നെ ഞങ്ങളുടെ പിന്നെ ദേവരാം മാഷ് പിന്നെ മദ്രാസിൽ സദ്യ കൊടുക്കും തിരുവോണത്തിന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് വെജിറ്റബിൾസ് എനിക്കൊന്ന് ഞാൻ പറഞ്ഞു എത്തിക്കാം മാഷേ. എൻ്റെ അപ്പം എം ജി രാജശേട്ടൻ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് ചേട്ടാ നീ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഞാനും വണ്ടി എടുത്തുകൊണ്ട് പോയി മാഷ് അപ്പോൾ എൻ്റെ അവിടെ ചെല്ലുമ്പോൾ അത് നമ്മുടെ ലൈബ്രറി പബ്ലിക് ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് ഓണച്ചന്ത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ഇരിക്കുന്നത്, എൻ്റെ കൂടെ പഠിച്ചത്. നമ്മൾ ശിവൻകുട്ടി ഇങ്ങനെ നമ്മുടെ ദേവരാം മാഷ് കുറച്ച് എന്താ വേണ്ടത് ആവശ്യമുള്ള എടുത്തു മതി, ദേവരാം മാഷൊക്കെ അല്ലേ അല്ല ഇത് അത്രയൊന്നും വേണ്ട. പുള്ളി കുറേ സാധനമൊക്കെ എടുത്ത് വെച്ചു. അവിടെ ചെന്ന് ഇതെന്താ കുഞ്ഞ് ഇത് ഇത്രയൊക്കെ ഒന്നും എനിക്ക് വേണ്ടല്ലോ. അപ്പം ഞാൻ മാഷൊക്കെ മദ്രാസിൽ കൊണ്ടുപോകാനല്ലേ, ഇത്ര ഞാൻ കൊണ്ടുപോകില്ല, ഇങ്ങനെ എടുത്ത് മാറ്റി. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്, ആ സ്നേഹബന്ധം. എന്നിട്ട് പറഞ്ഞ് എപ്പോഴും വരണം. ദേവരാം മാഷ് ഇടയ്ക്ക് വരും, ഞാൻ പോകാറില്ല. നമ്മളിങ്ങനെ പാടി നടക്കുന്ന സമയം. അങ്ങനെ ഏഷ്യാനെറ്റിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായി അങ്ങനെ വന്നപ്പം അപ്പോൾ അതിലേക്ക് ഗന്ധർവ സംഗീതം കൈവിളിച്ചാൽ ഇറങ്ങി. അപ്പോൾ ഗന്ധർവ സംഗീതത്തിന് അപ്പോൾ എന്നെയും കൂടെ പാടാൻ വിളിച്ചു. അവർക്ക് പ്രൈസ് കിട്ടിയ കുട്ടികളുടെ കൂടൊപ്പം അപ്പോൾ ദാസേട്ടുണ്ട്, ജോൺസൺ മാഷുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ദേവരാം മാഷുണ്ടോയെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാനങ്ങനെ അവിടെ ചെന്നു, കാർ ബാക്കിലിട്ടിട്ട് ബാക്ക് ഡോർ വഴി ഞാൻ കയറുമ്പോൾ ചിത്രയുടെ കൈയും പിടിച്ച് ദേവരാം മാഷ് വരുന്നു. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട്, ഞാൻ അവിടെ നിന്നാട്ടെ എന്നോട് പറഞ്ഞു. ചിത്രയുടെ കൈ പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. എന്തേ ഞാൻ വരാൻ പറഞ്ഞിട്ട് വരാഞ്ഞത്? മാഷടുത്തേക്ക് എനിക്ക് പേടിയാണ് മാഷ്, എനിക്ക് നോക്കിയിട്ടൊന്നും ചിത്ര കാലം കൊണ്ട് എഴുത്തിയിട്ട് രാഷ്ട്രീയമായിട്ട് ദേവരാം മാഷ് വരാൻ പറഞ്ഞിട്ട് എന്താ ഞാൻ പറയില്ലേ ദേവരാം മാഷ് അടുത്തേക്ക് എനിക്ക് പേടിയാണ്. ഒരു അനുഭവമായിരുന്നത് വളരെ. പിന്നെ അതേപോലെ ലാസ്റ്റ് ടൈം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അനുഭവം വേറൊന്നുമല്ല. ഈ പാട്ട് ഈ TV-യിലൂടെ കണ്ട പാട്ട് ദേവരാം മാഷ് കേട്ടു. ഞാൻ TV-യിൽ പാടും പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു. അപ്പോൾ പ്രകാശേ അയാളോട് വരാൻ പറഞ്ഞിട്ട് എന്തേ വരാഞ്ഞതെന്ന് ചോദിച്ചു. ഉടൻ പ്രകാശ് അന്ന് ഈ മൊബൈലൊന്നുമില്ല. അണ്ണാ ദേവരാം മാഷ് വരാൻ പറ്റും. ഞാൻ വെറുതെ പറയും അല്ലണ്ണ നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്നിട്ട് വാസദ്യം ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത് ആരും എല്ലാവരും ഇടിച്ചു കയറി നിൽക്കും. നമുക്ക് അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ട് പോലും അങ്ങനെ പോയിട്ടില്ല. പിന്നെ അവസാന നിമിഷം പറഞ്ഞ് ഞങ്ങൾ ദേവരാം മാഷോടൊപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അതേപോലെ എം ജി രാജേഷിൻ്റെ അനുഭവം. AR-11 എം ജി രാജേഷിനോടൊപ്പം തന്നെയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. അങ്ങനെയാണ് അനന്തഭദ്രം എന്നുള്ള ഒരു സിനിമ എൻ്റെ ഇളയമ്മയുടെ മകളുടെ ഹസ്ബൻഡ് ബദറുള്ള അജയ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അനന്തഭദ്രം അതിൻ്റെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ മണിയമ്പല രാജു അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. അപ്പം അത് ഡിമാൻഡ് വെച്ച് എൻ്റെ ചേട്ടൻ 2 പാട്ട് കൊടുക്കണം, വേറെ ആരും വേണോ നിങ്ങൾ അഭിനയിക്കുക അതൊക്കെ ചെയ്തു, ചേട്ടൻ 2 പാട്ട് കൊടുക്കും, അതിനെന്താ കൊടുക്കാമെന്ന്. അപ്പം ഞാനൊന്നും അറിയുന്നില്ല. അപ്പം എൻ്റെ മണിയമ്പല രാജു അദ്ദേഹം രാഷ്ട്രീയ പാട്ട് നിങ്ങൾക്കുണ്ട്, സംഗീതം ആരെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എം ജി രാജേഷേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജേഷേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളുന്നതും. കാരണം രാവിലെ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ 1 മണി വരെ സ്റ്റുഡിയോ ഇല്ല. ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മേടയിലെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഊണ്. അത്രയ്ക്കുള്ള ബന്ധമാണ്. അവിടെ ചെല്ലുമ്പോഴും അതൊക്കെ ഒരുപാട് കഥകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് പാട്ടൊക്കെ പാടി ഒരു 5 മണിയാകുമ്പോഴേ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം ഞങ്ങളൊക്കെ അന്ന് ബാച്ചിലറാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ നീ ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, പാട്ട് ഞാൻ നിൻ്റെ ലളിതഗാനം പഠിപ്പിച്ചിട്ടുണ്ട്, പാടി. നീ സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടുകളും നിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ, ദയവായിട്ടൊരു പാട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അനന്തപഥത്തിലൊരു പാട്ട് പാടിയത്.
വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ, പിന്നിലാ ഉദിക്കും കണ്ണിൽ കവിതയുണ്ടോ, തൂമണി തുമ്പപ്പൂവേ നിന്നെ തലോടുമ്പോൾ തങ്കമെന്ന പോലെ തിങ്കൾ മുഖം തൊടുത്തു, എന്തേ 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 വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ, വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ. ഒരു ഡുവറ്റ് സോങ്ങാണ്, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ ഈ പാട്ട് മാസത്തിൽ എന്താ പറയേണ്ടത്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് ഈ പാട്ട് വന്നത്. അപ്പോൾ അതൊരു എൻ്റെ ഭാഗ്യദോഷമാണത്. അപ്പോൾ അതിനകത്ത് സിനിമയിലൊക്കെ ഉള്ള അതൊന്നും നമുക്ക് അത്രയ്ക്ക് വശമില്ല, എന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് വന്നപ്പോൾ പിന്നെ ചാനലിലൊക്കെ ഉണ്ട്, ആ പാട്ട് ഇടാറുണ്ട്, കേൾക്കാറുണ്ട്. എന്തായാലും വളരെയധികം നന്ദി. നമുക്ക് പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ഓർമ്മകളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സമീപിച്ചിട്ടുണ്ട്, നമുക്കൊരു ബുക്ക് എഴുതണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വരട്ടെ നമുക്ക് എഴുതാം. ഈ ഫീൽഡിൽ സംഗീതമായിട്ട് ഉള്ള ഫീൽഡിലുള്ള ബന്ധവും ഓർമ്മകളും ഒരിക്കലും മറക്കില്ല. കാരണം മനസ്സ് നിറച്ച് സംഗീതമല്ലേ, പാട്ട് എല്ലാവരും കാണുക. പിന്നെ ടി വി മാധ്യമങ്ങളൊക്കെ ഫീൽഡിൽ ടി വിയൊക്കെ വരുമ്പോഴേ എല്ലാവരും കാണും, അയ്യോ നിങ്ങളെ പാട്ടിപ്പോഴും കേട്ടോളൂ ഒക്കെ പറയും. അത് ഇതിൻ്റെ ഒരു വലിയ അനുഗ്രഹം, ഒരു എന്താ പറയേണ്ടത്. പിന്നെ ഒരു അനുഭവം, ദാസേട്ടൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഞങ്ങൾ പാലക്കാട് കാർഗിൽ ഫണ്ട് റൈസിങ്, യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കണം. അപ്പം അന്ന് AK ആൻ്റണി അദ്ദേഹമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഉദയമാനി ചേട്ടൻ PR ആണ്. ഉദയമാനി സാർ ഒന്ന് ഇവിടെ വരെ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉദയമാനി ചേട്ടൻ എപ്പോഴും കാണുന്നത് മിനിസ്റ്റർ വിളിച്ചിരിക്കുന്നു, നീ കൂടെ വരാം. ഞങ്ങൾ അവിടെ ചെന്ന് ഭാനുസാറെ നമുക്ക് പിന്നെ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യണ്ടേ, ഇവിടെ എന്തുവാണെന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു സംഗീത പരിപാടി, കുറേ സംഗീത പരിപാടി വെച്ച് ഫണ്ടുണ്ടാക്കി അങ്ങനെ അയച്ചോളൂ. അങ്ങനെ എല്ലാവരെയൊക്കെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ പ്രോഗ്രാം പാലക്കാട്, രണ്ടാമത്തെ പ്രോഗ്രാം ജയന്തൻ ചേട്ടൻ കോഴിക്കോട്, മൂന്നാമത്തെ പ്രോഗ്രാം ചിത്ര SP വാസുപുരൻ ഇവിടെ പിന്നെ ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഓരോരുത്തരും ഫിക്സ് ചെയ്തു. അപ്പം നമുക്കൊന്നും അതിൻ്റെ ചാൻസ് ഇല്ല. അതാണ് അതിൽ പറഞ്ഞത്, നമുക്കൊരു ചാൻസും ഇല്ല. അപ്പോൾ ഉദയനാനി ചേട്ടൻ പറഞ്ഞു ലക്ഷറി കോച്ച് ബസ് വിത്ത് ഓർക്കസ്ട്രയൊക്കെയാണ് പോകുന്നത്. ഉദയനാനി ചേട്ടൻ പറഞ്ഞു ആഷ്ണ എന്തായാലും ഞങ്ങളിവിടെ വാ, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഒരു പാട്ട് ഇടയ്ക്ക് ഇങ്ങനെ പാടാമല്ലോ. അങ്ങനെ അവിടെ ചെന്നു. ആദ്യത്തെ പ്രോഗ്രാം ദാസേട്ടൻ്റെ പരിപാടി. അപ്പം ഞങ്ങളവിടെ പാടിക്കൊണ്ട കൈതപ്പുറമൊക്കെ അന്ന് കവിത, ഇപ്പോൾ കവിത കഴിയും വലിയ രാഷ്ട്രമായിട്ട് കൂടി വന്നു. ഞങ്ങൾ റേഡിയോ സ്റ്റേഷൻ ഒരുമിച്ച് പാടിക്കൊണ്ടിരുന്നല്ലേ. അതിൻ്റെ ആ ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ ഫോട്ടോ അത് വേണമെങ്കിൽ ഇപ്പോഴും കാണിക്കാം. ഉദയനാനി ചേട്ടൻ ദാസിൻ്റെയാണ് പ്രോഗ്രാം. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പാടുന്ന ആരാ ഭാനു സാറേ അതല്ലാതെ എടാ പൗർണമി ചന്ദ്രിക ഇങ്ങി വരാൻ. അപ്പം ഈ പൗർണമി ചന്ദ്രിക എന്നുള്ള പാട്ട് ദാസേട്ടൻ കേട്ടിരിക്കുന്നു, എന്നെ അങ്ങനെയല്ല വിളിച്ചത്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. പിന്നെ ഇരുന്ന് ദാസേട്ടൻ എടാ നന്നായിട്ട് പാടി, അന്ന് നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അയ്യോ മറക്കാൻ പറ്റാതെ. പിന്നെ അന്ന് വിജയ് യേശുദാസ് പാടി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ആദ്യത്തിലൊക്കെ വന്നുണ്ട്. ആ ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആദ്യത്തെ പാട്ട് ഏതുമാണ് ഞാൻ പറഞ്ഞു ദാസേട്ടൻ അവർക്ക് മരിച്ചു. അപ്പോൾ എന്നോട് വളരെ ഒത്തിരി ജീവിതത്തിൽ ഞാൻ അറിഞ്ഞില്ലേ ദാസേട്ടൻ ഞാൻ ദൈവതുല്യം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഞാൻ എൻ്റെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വച്ച് ഞാൻ പൂജിക്കുന്ന ഒരു കലാകാരനാണ്. നല്ല മനസ്സ്, ഇത്ര സ്നേഹമുള്ളൊരു പ്രഭചേച്ചി. ഇവിടെ എല്ലാ ഫംഗ്ഷനും ഞാൻ പോകാറുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഒരു പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മഞ്ചരി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാനും കല്ലറ ഗോപനാണ് കൂടെ പാടിയതെല്ലാം. അപ്പം ദാസേട്ടുണ്ടെന്ന് മുനീർ സാറുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും ശരി, പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് ദിവസം ഞാൻ കൈവപ്പാത്ത നിമിഷങ്ങളില്ല ദാസേട്ടനെ പറ്റി. അത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു. ആദ്യത്തെ പാട്ട് ഏത് വേണമെന്ന് ഞാൻ പറഞ്ഞു ദാസേട്ടൻ നമുക്ക് ആദ്യത്തെ പാട്ട് ഒരു ദേശഭക്തിയാണ്. ഏതാണത്? ഞാൻ പറയും ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂ. ഞാൻ പാടിയതാണോ? ഇപ്പോൾ ഞാൻ ബുക്ക് എടുത്തോണ്ട് സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിൽ യേശുദാസും കൊട്ടു
നീ ഒന്ന് പാടാൻ പറയും. അപ്പോൾ ഞാൻ പല്ലവി അനുപല്ലവിയും പാടിയപ്പം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പാടും, നിങ്ങൾ കൂടെ അങ്ങ് വന്നു. ഭയങ്കര അയ്യോ അതിന് ശേഷം അരിമുരളിയിലൊക്കെ പാടി. അയ്യോ എൻ്റെ തമ്പുരാനെ, ദൈവം അറിഞ്ഞ് നമുക്ക് അയച്ചു തന്ന ഒരാളാണ് എന്നാണ് എപ്പോഴും. വളരെ അതൊക്കെ ദൈവത്തിന് മറക്കാൻ പറ്റാവുന്ന അനുഭവങ്ങളാണ്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഇത്രയും വിശേഷങ്ങൾ നമ്മൾ. ഞാൻ മാത്രമേ പറഞ്ഞോളൂ. ഇല്ലില്ല, നിങ്ങളുടെ വിശേഷങ്ങളാണല്ലോ നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ സന്തോഷം. ഇത്രയും അനുഭവങ്ങൾ പങ്കുവെച്ചാൽ ഓർമ്മകൾ കേട്ടിരിക്കാൻ തന്നെ ഒരുപാട് നിമിഷം വരെ. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഫിലിമിൽ പാടി ജമാലിൻ്റെ പുഞ്ചിരി, അത് നല്ലൊരു പാട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരാൾ ഒരു ബുക്ക് ഇറക്കണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ പോലെ നമുക്ക് ഇതോ ഒരു സംവിധാനമില്ല, ഇത്ര ടെക്നോളജി ഒന്നുമില്ല. അപ്പോൾ പഴയ പിന്നെ ഉത്സവ പുറമെ പാടാൻ പോകുമ്പോൾ ഫാസ്റ്റ് സോങ്ങൊക്കെ ഉണ്ടോയെന്ന് വെച്ചു. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഫ്രണ്ടിൽ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ ഓൾഡ് ഈസ് ഗോൾഡ് അനൗൺസ് ചെയ്യും. അപ്പോൾ ഒരു കുട്ടി ഒന്നും ലജ്ജാവതി ഉണ്ടാവില്ലല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട്, ലജ്ജാവതി ഉണ്ട്. അപ്പോൾ പാട്ട് തുടങ്ങാനപ്പം ആ ലജ്ജാവതി, അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ചാടണമല്ലോ. ലജ്ജാവതി ലജ്ജാവതി നിൻമിഴികളടഞ്ഞു, അങ്ങനൊരു പാട്ടുണ്ട് പഴയ ഓൾഡ് ഈസ് ഗോൾഡ്. രത്നാധരത്തിൽ അർജുന മാഷയുടെ ഈ ലജ്ജാവതിയല്ലേ ഞങ്ങൾക്ക് ആവശ്യം. അങ്ങനെ ഒരുപാട് നല്ല. പിന്നെ അത് കേൾക്കാൻ വേണ്ടി മാത്രം ഓൾഡ് ഈസ് ഗോൾഡ് അല്ലെങ്കിൽ പഴയ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. വാസ്തവത്തിൽ ഹിന്ദിയിലായിരുന്നാലും തമിഴിലായിരുന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സ് നിറച്ച്, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ എനിക്ക് വളരെ ജൂനിയറാണ്. ആ ഒരു ഇപ്പോഴേ ഒരു 65 ഇയേഴ്സ് അല്ലെങ്കിൽ 70 കഴിഞ്ഞിട്ടുള്ള ഇത്രയും പാട്ടുകൾ അവരുടെ മനസ്സിൽ എപ്പോഴും കാണും. എന്തിന് അമ്മ ഒക്കെ നമ്മളെ ഉറക്കുന്ന പാട്ടല്ലേ, പാട്ടു പാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ നമ്മൾ താരാട്ടിൻ്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത് എന്ന് പറയുന്ന പോലെ ആ ഒരു ഇത് അന്നത്തെ ആ ഒരു രീതി നമുക്കിപ്പോഴില്ല. ഇപ്പോഴെല്ലാം ഫാസ്റ്റ് എല്ലാം. പക്ഷെ നന്നായിട്ട് തന്നെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ അത് ഇപ്പം അൺപ്ലഗ്ഡ് പാട്ടുകൾ വയ്ക്കും. അപ്പം നമ്മളടുത്ത് ഒരു രീതിയിൽ ഇപ്പോഴത്തെ പഴയതിനെ കാട്ടി പുതിയൊരു രീതിയാണ്. മറ്റേ നമ്മൾ വിത്ത് ഓർക്കസ്ട്ര, ഫുൾ ഓർക്കസ്ട്രയാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ അതും ഇഷ്ടപ്പെടും. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇപ്പോഴത്തെ പിള്ളേരത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊരു കലയാണ്. നമ്മൾ ഇതിനെ കാലത്തിനനുസരിച്ച് മാറണ്ടേ, അതാണ്. അതെല്ലാത്തിനും വളരെ എന്തായാലും ഇവിടെ വരാൻ പറ്റിയാലും ഇതൊക്കെ എൻ്റെ അനുഭവങ്ങൾ പറയാൻ പറ്റിയാലും വളരെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ആമിനിക്ക് വളരെ വളരെ സന്തോഷം. വളരെ എന്താ പറയേണ്ടത്, കാണാൻ പറ്റിയാലും ഇവിടെ ഇരിക്കാൻ പറ്റിയാലും വളരെ ഞാൻ ചാനലിനെ പറ്റി ഒരുപാട് കാര്യം യൂട്യൂബിൽ നല്ലൊരു ഇതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ അജയ് തൊണ്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇവിടെ വരാൻ വെച്ച സാഹചര്യം. അതാണ്. എന്തായാലും വളരെയധികം നന്ദി. സിനിമാ തട്ടകത്തിൻ്റെ ഭാഗമായി വളരെ സന്തോഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.